അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും പ്രഷ്യസ് പെറ്റ്സിലെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. നമ്മളിത് രാവിലെ എണീച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യണം. രണ്ട് പൂച്ച ഇവിടെ തന്നെ ഉണ്ട്. പാപ്പനോട് എന്താണ്ടൊക്കെ ചെയ്യും. നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട, കാരണം നമ്മളോട് ചെയ്യാൻ പറയും. നമുക്ക് നേരെ നമുക്ക് പിള്ളേരുടെ അടുത്തോട്ട് പോകാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വൃത്തിയാക്കണം, ഒരു പുല്ല് പറിക്കണം, അത് കുറേ പരിപാടി ഉണ്ട്. രാൻ പറ്റിക്കുന്നുണ്ടോ, ടീച്ചറിന് ഓർഡർ ഇട്ടപ്പോൾ നമ്മുടെ അടുത്ത് വെച്ച് അത് കൊടുക്കണം കൊണ്ടുപോയി. അപ്പോൾ ഇനി നമ്മൾ മണ്ടയ്ക്കോട്ട് പോവുകയാണേ. മണ്ടയ്ക്കോട്ട് പോയിട്ട് നമുക്കതിന് തീറ്റ കൊടുക്കണം, വെള്ളം മാറ്റണം. ഇച്ചിരി മെനക്കെടാൻ ഇന്നത്തെ പരിപാടി. പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ചേർത്തിട്ട് കൊണ്ട് പറഞ്ഞുതരാം. മഴ പെയ്ത് സ്റ്റെപ്പ് എല്ലാം അലങ്കോലമായി കിടക്കുക. നമുക്ക് ഒന്നേന്ന് ഇതെല്ലാം വൃത്തിയാക്കിയും വേണം. വേണ്ട കയറി നമുക്ക് മണ്ടയ്ക്കോട്ട് പോകാം. കയറാം. ഇവിടെ മൊത്തമൊക്കെ കോഴിക്കാട്ടോ. അത് വഴക്കുണ്ടായിട്ട് അടിക്കുക. അപ്പം എൻ്റെ മൊത്തം അഴുക്കായ എന്ന് സ്മെല്ലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. അതെ, അടിപൊളി. കോഴി ഉണ്ടായതുകൊണ്ട് ഈ അറക്കപ്പൊടി എപ്പോഴും നല്ല ചെത്തഞ്ഞിടും. അപ്പോൾ അത് ഡെയിലി തൂക്കണം. എന്തായാലും നമുക്കിനി തൂക്കാം. നമ്മുടെ ആയുധം ഇവിടെ ഇരിപ്പുണ്ട്, ഇനി തൂക്കാൻ തുടങ്ങാം. ഞാൻ തൂത്തതിന് ശേഷം കാണിക്കാം, അതായിരിക്കും നല്ലത്. കാരണം ആരുമില്ല വീഡിയോ എടുത്തു തരാം. തൂത്തെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീറ്റ കൊടുക്കണം. അതിന് മുമ്പ് ഫസ്റ്റ് വെള്ളം ഇടാൻ ക്യാനെടുക്കാൻ വേണ്ടി തട്ടിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ജെസ്സി വളർത്തുന്ന ആ ഭാഗത്ത് തന്നെ ഒരു ഫ്രിഡ്ജ് തൊട്ടി നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രിഡ്ജ് തൊട്ടിക്ക് അത് മഴവെള്ളം വീണ് നടന്നോളൂ. അപ്പോൾ നമുക്കത് നിറയ്ക്കാം. തുടങ്ങട്ടെ. അതിൻ്റെ ഞാൻ ഗപ്പിയും കൂടെ കാണിച്ചു തരാം. കുറേ നാളല്ലേ കാണിച്ചിട്ട്. വേണ്ട, ഇതിനായിട്ട് ഗപ്പിയും പിന്നെ കുറച്ച് ഇതൊരു പേര് പറഞ്ഞൊരു മീനുണ്ടായിരുന്നല്ലേ, മറന്നും പോയി. മീനിൻ്റെ പേരെന്തുമായിരുന്നു? ഗൗറാമി, സാധാ ഗൗറാമി, നീല കളർ. അതുകൊണ്ട് ഗൗറാമി ഇപ്പം ബ്രീഡാവുന്നുണ്ട് കേട്ടോ. ഗപ്പി മോളിൽ കൂടെ ക്രോസ് ബ്രീഡ് ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്തും കുറച്ച് മിക്സഡ് ഗപ്പീസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ടാങ്ക് ഇത് ചെയ്താൽ ഇതിനകത്താണെങ്കിൽ ഫൈറ്റർ കിടപ്പുണ്ട്, എല്ലാം കിടപ്പുണ്ട്. ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നോ നോക്കും. കുറേ നാളെ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിനി വെള്ളം എടുക്കാം. ഇതിനകത്ത് ഒറ്റ ഒരു സാരിഭാഗം മാത്രം കിടപ്പുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ചപ്പട്ടാക്കി. കാരണം അത് കൊതു പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് അത് കൊട്ടേക്കുന്നത്. ഇതിനറിയട്ടെ. വെള്ളം എടുത്തിട്ടുണ്ട്. ഇതാട്ടെ ഞങ്ങളുടെ മേളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫുള്ളും പച്ചപ്പായിട്ടുള്ളൊരു സ്ഥലം. വെള്ളം ഗ്രഹിക്കുന്നുണ്ട് മഴ പെയ്തതിൻ്റെ. ഇതൊരു കുടുംബക്ഷേത്രമാണ്. ഞങ്ങളുടെ അപ്പുറത്തെ പുതിയ വീട്ടിലെന്ന് പറയുന്ന അവരുടെ വീട്ടിലെ കുടുംബക്ഷേത്രമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളമൊക്കെ എടുത്ത് നമുക്കിനി അത് കൊണ്ട് ഒഴിച്ച് കൊടുക്കാം. തീറ്റ കൊടുക്കണം. കുറച്ച് ചോറിൻ്റെ വേസ്റ്റ് അതെല്ലാം എടുക്കണം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് കൊണ്ട് വെച്ച് കൊടുക്കണം. ഈ വീഡിയോയ്ക്ക് വലിയത് കാണത്തില്ല കേട്ടോ, ഞാനത് ഒറ്റയ്ക്ക് എടുക്കുന്നു. എടുത്തരാനില്ല. ചോറ് വെച്ച് കൊടുത്ത് നമുക്ക് അരിയും വെച്ച് കൊടുക്കണം. കാരണം അരി കഴിഞ്ഞാൻ വേണ്ടി മാടപ്രാവും കുത്തിച്ച് കിളികളും എല്ലാം വരുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ അരി ഇടുന്നു. നമുക്ക് അരിയും കൂടെ വെച്ച് കൊടുക്കാം. ഒരു 2 പാത്രം. ഇത് നമ്മുടെ കടയിൽ ചെറുതടി വരുന്ന ട്രേയാണ്. 2 എടുക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി നമുക്കതിട്ട് കൊടുക്കാം. എനിക്ക് നടക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പിള്ളേരെ തുറന്നു വിടാം, കോഴിയെ തുറന്നു വിടാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ തീറ്റ കൊടുക്കാൻ പോകാം. ഫുഡ് കൊടുക്കണം. ഒരു കാര്യം ചെയ്യാൻ തുറന്നു വിടാം. ഇതിനൊക്കെ വന്നു ആളുകളെ പെട്ടാനിട്ട് ഓടിച്ചിരുന്നെന്ന് എന്ന് പറയുന്നത് കേട്ടു. ചെന്നൈ വെക്കത്തില്ല, കുഴപ്പമില്ല. അതുപോലെ അതിൻ്റെ ഇറങ്ങി മുളക് തിരിച്ചെടുക്കാൻ അങ്ങോട്ട് തന്നെ പ്രഡിക്റ്റബിൾ. അതുകൊണ്ട് 2 പെടയുണ്ട്. പെടകളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം അങ്ങോട്ടും തുറന്നു വിടാം. അത് ഇവിടെ ഇറങ്ങി ഇവരെല്ലാം കഴിക്കട്ടെ. ഫസ്റ്റ് അപ്പോൾ ഇവിടെ കാലിന് ചെറിയ ഓക്കെ. നമുക്ക് ഇവിടെ പറയാനുണ്ട് സമയത്ത് കണ്ടിട്ട് ഈ ഒരു കാലം മാത്രം പുള്ളി മാത്രം ഇത് വലയാക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമൊക്കെ ചേർത്തിട്ട് തകർക്കുന്നില്ല. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ പാത്രം ഇങ്ങനെ അഴുക്കാക്കലില്ല, മൊത്തം അഴുക്കാകത്തില്ല.
പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത് ഈ കിടക്കുന്ന വെള്ളം കിടക്കുന്നില്ലേ, അതിന് വെള്ളം ഒഴിച്ചല്ലേ ഇവരൊക്കെ കാട്ടിക്കുന്നത്. നമ്മളിങ്ങനെ തൂത്ത് കളയുന്നതോടെ ചാവുന്നത്. ഇവിടെ കുറേ ഉണ്ട്, അല്ലെങ്കിൽ വൃത്തിയാക്കി അതിനേക്കാളും നമ്മൾ ആ ഒരു പോഷൻ നമുക്ക് അറക്കപ്പടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴും ക്ലീൻ ചെയ്താൽ മതിയല്ലോ, കഴുകി കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവർ നിൽക്കട്ടെ, നമുക്ക് പോയി പിള്ളേർക്ക് പോച്ച കുറച്ചുകൊണ്ട് വരാം. ഈ പോച്ച കുറയ്ക്കുള്ള ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പണ്ട് ഇവിടുന്ന് കിട്ടിയതാണ്, അവിടെ ഉണ്ട്. അപ്പം നമ്മളത് ഇത് വെച്ചാൽ പോച്ച കുറച്ച് വെക്കുന്നത് തെളിഞ്ഞ് നിൽക്കും, മഴയൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എന്താ അമ്പലല്ല താമര, നമ്മുടെ ലല്ലു കയറിയോ? സ്നേഹമുണ്ട് കേട്ടോ, പക്ഷെ ഇപ്പോൾ വിളിച്ചാൽ വരത്തില്ല, ഉറപ്പുള്ള കാര്യം. കാരണം ബീഫ് അകത്ത് ഇവർക്ക് വേണ്ടി വേവിക്കുന്നുണ്ട്, അതിൻ്റെ മണം പിടിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഇവർ വിളിച്ച് വരത്തില്ല. കുറേ നാളെയല്ലേ പൂച്ചകളെല്ലാം വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ട്, പണ്ട് ആദ്യം തുടങ്ങി വരെ വെച്ചാൽ. എന്തായാലും നമുക്ക് പോച്ച വരയ്ക്കാം. എന്നിട്ട് ഈ മൂലയ്ക്ക് നിന്ന് കുറച്ച്, അപ്പോൾ നമുക്ക് ഇപ്പുറത്തുനിന്ന് കുറയ്ക്കാം. കയ്യൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്തായാലും പോച്ചയ്ക്ക് ക്ഷാമമൊന്നുമില്ല നമുക്ക്. എന്തായാലും ഇപ്പോൾ പോച്ച കുറച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. പോച്ച പറിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. ഈ പോച്ച എല്ലാം പറിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തുനിന്ന്. ഇത് ഇന്ന് കൊടുക്കാനാണ്, എന്നിട്ട് ഇനി വൈകുന്നേരം ഒന്നും കൂടെ പറിക്കണം. നമുക്ക് നാളെ കോളേജിൽ പോകുന്നതിന് മുമ്പ് പറിക്കേണ്ട ആവശ്യമില്ല, കൊടുത്തിട്ട് പോയാൽ മതി. വേണ്ട നമ്മൾ പോച്ചയായിട്ട് നമുക്ക് ഒരാൾ നിൽക്കുന്നുണ്ട്, നമ്മളെ കയറ്റി വിടാതെ വഴിയിലിറങ്ങി നിർത്തുക. എന്തായാലും അയാൾ ഇറങ്ങി വരും, ഇങ്ങനെ നിൽക്കും. പോച്ച കൊടുക്കാൻ വേണ്ടിയാണ്. പോച്ച ഭയങ്കര ഇഷ്ടമാണ്. മേളി അതിന് കൊണ്ട് വെക്കുന്ന വേസ്റ്റ് പോച്ചയെല്ലാം തറയിൽ വീഴുമ്പോൾ ഇയാളാണ് കുത്തിപ്പറക്കി തിന്നുന്നത്. എന്തായാലും നമുക്ക് മേളിലോട്ട് കയറാം, അതാണ് നല്ലത്. വന്ന് അയാൾ നമ്മുടെ കൂടെ മാടപ്രഹനെ കണ്ട. ഞാൻ പറഞ്ഞില്ല, അരി ഇന്നവരൊക്കെ വരും, കുറേ പേര് വരും അരിയൊക്കെ തിന്നും. പിന്നെ എല്ലാവരും കഴിക്കട്ടെ. പിന്നെ നമുക്കിനി ഓരോരുത്തർക്ക് തീറ്റി കൊടുക്കാം. ഇനിയിപ്പം മുയൽ നോക്കുന്നു, പോച്ച കൊണ്ടുവന്ന് പേർക്ക് മനസ്സിലായി. നമുക്ക് ഓരോ വീഡിയോ ആയിട്ടും ഓരോരുത്തർക്ക് കൊടുക്കാം. മുയലിന് ആദ്യം കൊടുക്കാം. ഇതെന്താ പണി തുറക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇന്നലെ വൈകിട്ട് കൊടുത്ത്, ഇന്ന് രാവിലെ 8 മണി കഴിഞ്ഞിപ്പോൾ കൊടുക്കണം. ഇനി വൈകുന്നേരം കൊടുക്കുള്ളൂ ഇത് കൊടുത്തു കഴിഞ്ഞാൽ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ടുവന്നാൽ ഇയാളെ കാണിക്കണം, അല്ലെങ്കിൽ ഇയാൾ ചാടിച്ചാടി തിന്നുന്നുണ്ടോ. കുഞ്ഞിപ്പുഴു കടകൾ അത്രയ്ക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് ഉണങ്ങുന്നതൊന്നും വലിയ കുഴപ്പമില്ല. നമുക്കിത് ചെയ്ത് തുറന്നിട്ട് കൊടുക്കാം. ഒന്ന് ഒരുക്കി വെച്ച് കൊടുക്കാം. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു പൊടി പോലും ഇല്ലാതെ ഒന്ന് എടുത്തോളൂ. എന്നിട്ട് എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നു, അതൊന്നും നോക്കാൻ സമയമില്ല. ഞാൻ ഫോണിലാട്ടോ വീഡിയോ എടുക്കുന്നത്. എന്തായാലും തീറ്റയൊക്കെ നിന്നിട്ട് എല്ലാം ഒക്കെ ആയിട്ട് തീറ്റ നിന്നിട്ട് വേണ്ട. ഇനി ഇത് മൊത്തം ഇങ്ങനെ കൊത്തിക്കുറച്ച് ഇരിക്കും. പിന്നെ അവർക്ക് കൂടെ വേണ്ടിയ പറിച്ച് വെക്കുന്ന അവരും തിന്നട്ടെ. ഇനി അടുത്തത് നമുക്ക് ഗിനിക്കുട്ടൻ, ഗിനി പിക്സ്, ഒരു മെയിലും ഒരു ഫീമെയിൽ. മെയിൽ ഇച്ചിരി പ്രായമായി, വീക്കാണ് ആളിപ്പോൾ. അതായത് നമുക്ക് അതിനകത്തുള്ള വേസ്റ്റ് ഇതുമായി കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അതിനകത്തിടക്കട്ടെ, വൈകുന്നേരം എടുത്തോളാം. വേണ്ട ഒരു കാര്യമില്ല, എന്തുകൊണ്ട് അതിൻ്റെ അടുത്തുള്ള ഇനിയിപ്പോൾ അവർക്കൂടെ തീറ്റിയിട്ട് കൊടുക്കണം. തറയിൽ പോകണം, നമുക്ക് വല്ലതും കഴിക്കണ്ടേ. രാവിലെ കയറിയ മണ്ടയ്ക്കോട്ട്. ഇതിന് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മൊത്തം പിസാനിട്ട് മറയ്ക്കണം. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം, കുറച്ച് കോഴികളെയും കൂടെ ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ ടർക്കി ഇനി ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അത് ഇവരെങ്ങനെ കാണിച്ച് ഇരിക്കാൻ രസം, അവരിങ്ങനെ ചാടി ഇരിക്കും. ഇണക്കമുള്ള ജീവി കേട്ടോ ഗിനി പിക്സ്, മേലിനേക്കാളും ഇണക്കമുള്ള. അതുപോലെ നമുക്ക് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇവർ ഇനി സ്നേഹം കാണത്തില്ല, പിന്നെ തീരുന്നവരെ ഇനി അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇവരെപ്പോഴും ഹൈഡിങ് സ്പേസ് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇതിനകത്ത് ഹൈഡിങ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവരും തിന്നിട്ട് എല്ലാവരുടെയും വെള്ളമെല്ലാം നമ്മൾ മാറ്റി കൊടുത്തായിരുന്നു രാവിലെ തന്നെ. അതിന് ഒരു കുഴപ്പമില്ല. കോഴികളെ തീറ്റയും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. തീറ്റയെല്ലാം അവിടെ ഉണ്ട്.
ഇവിടെ മൊത്തം അഴുക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇമാരെ ആക്കി സമയത്തിട്ട് മറയ്ക്കണം അവിടെ മൊത്തം കൊത്താനിട്ട് ഓടിക്കും. എല്ലാവരും ഇങ്ങനെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞായറാഴ്ച ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യുന്നു അത് കാണിക്കാൻ വേണ്ടിയാണ്. കുറേ നാളെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ മെസ്സേജ് ഇടുക.